ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 19:26 തിരുവചനം, ക്രൂശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് സംവദിച്ച 7 മൊഴികളിൽ ഒരു ഭാഗമായിട്ടാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന യോഹന്നാനോട് പറയുന്ന സ്വരം. പിന്നീട് ഇതാ നിൻ്റെ മകൻ എന്ന് പരിശുദ്ധ അമ്മയോടും യേശു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ വചനമൊഴി, ഈ വചനത്തെ നമ്മൾ ധ്യാനിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന, ആണികളാൽ അടിക്കപ്പെട്ട് കിടക്കുന്ന, മുൾക്കിരീടം ധരിച്ച് കിടക്കുന്ന, പൂമേനികൾ മുറിവുകളാൽ ആവൃതമായിരിക്കുന്ന, രക്തം കട്ടപിടിച്ചിരിക്കുന്ന മരണാസന്നനായ യേശു കർത്താവ് എന്നെ കാണുവാൻ നമുക്ക് കഴിയട്ടെ. മരണത്തിൻ്റെ വക്കീലാകുമ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെയും തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെയും കരുതുകയും സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ് യോഹന്നാനോട് പറയുകയാണ്, നീ ഇത്ര നാളും എൻ്റെ കൂടെ, എൻ്റെ അടുത്ത് എല്ലാ ശിഷ്യന്മാരെക്കാളും പ്രിയപ്പെട്ടവരായി എൻ്റെ മാറിൽ ചാരിയിരുന്ന് നീ എന്നിൽ ഇത് പഠിക്കുകയും എന്നിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇനി ഇതുപോലെ പറ്റില്ല. ഞാൻ എൻ്റെ ശുശ്രൂഷകൾ നിവർത്തിച്ച് എൻ്റെ സമയം സമാഗതമായി ഞാൻ ഈ ലോകത്തിൻ്റെ ഈ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന്, ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ എൻ്റെ കർത്തൃസന്നിധി, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയെ നിനക്ക് തരുന്നു. നിൻ്റെ അടുത്തിരിക്കാൻ, നിനക്കടുത്തിരിക്കാൻ, നിൻ്റെ വേദനകളും നിൻ്റെ ഭയങ്ങളും അവലാദികളും പറയുവാൻ. ഇതാ നിൻ്റെ അമ്മ. അവൻ്റെ ഹൃദയം പൊട്ടുമാറ് അവൻ ഏങ്ങലടിച്ച് കരഞ്ഞു കാണുമെന്നാണ് തോന്നുന്നത്. പരിശുദ്ധി അമ്മ ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുന്നുണ്ട്. പരിശുദ്ധി അമ്മയോടും യേശു പറയുന്നത് ഇതാണ്, ഇതാ നിൻ്റെ മകൻ. ഇനി ഞാനല്ല നിൻ്റെ മകൻ, ഞാനല്ല, നിൻ്റെ മകൻ യോഹന്നാൻ ആണ്. 33 തിരുവയസ്സ് വരെയും ഈ നിമിഷം വരെയും ക്രൂശിൻ ചുവട്ടിൽ ഈ നിമിഷം വരെയും നീ എന്നോടുകൂടെ ഇരുന്ന് എന്നെ ശക്തിപ്പെടുത്തി, ധൈര്യപ്പെടുത്തി, ആശ്വസിപ്പിച്ച് എൻ്റെ സഹനങ്ങളോട് ചേർന്ന് നിന്ന് പൊന്നമ്മയായി നിൽക്കുമ്പോഴും, അമ്മേ, എൻ്റെ ശുശ്രൂഷകൾ ഞാൻ നിവർത്തിച്ച് ഈ ഭൂമണ്ഡലത്തിൽ നിന്ന്, ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ എൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ മേലെ ഫലമേൽപ്പിക്കാൻ പോകുകയാണ്, സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാനല്ല നിൻ്റെ മകൻ, യോഹന്നാനാണ്. ഇതാ നിൻ്റെ മകൻ. ഈ സമയത്ത് വചനം പറയുന്നു, യെരുശലേം ദേവാലയത്തിൽ പോയ കർത്താവിനെ സമർപ്പിക്കുവാൻ പോയ ദിവസം ഹൃദയത്തിൽ ഒരു വാൾ കിടക്കുന്ന ഒരു അനുഭവം പ്രവചന ദൂത് ശിമയോനിൽ നിന്ന് ലഭിച്ചത്. ആ നിമിഷത്തിലാണ് അവിടെ ഹൃദയത്തിൽ ഒരു വാൾ കിടന്ന അനുഭവം. എൻ്റെ മോൻ ഇനി എൻ്റെ മോനല്ല, അവൻ ദൈവത്വത്തിലേക്ക്, അവൻ ത്രിത്വത്തിൽ രണ്ടാമനായി സ്വർഗതുല്യമായി ഉള്ള അവസ്ഥയിലേക്ക് എൻ്റെ അരികിൽ നിന്ന് അവൻ മറഞ്ഞു പോകുകയാണ് എന്നുള്ള ഒരു സങ്കടാവസ്ഥ പരിശുദ്ധ അമ്മയ്ക്കുണ്ടാകുന്നുണ്ടാകും. സഹോദരങ്ങളെ, അമ്മ പറയുകയാണ്, ഈ സകലത്തിൻ്റെ തീവ്രതയിലും എൻ്റെ മകൻ എന്നെ ആശ്വസിപ്പിക്കുന്നു, എന്നെ കരുതുന്നു, എന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് യോഹന്നാനെ വരവേൽപ്പിക്കുന്നു.
എന്ന് ആശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ അമ്മ ഈ സഭയുടെ അമ്മയായി, എൻ്റെയും നിങ്ങളുടെയും അമ്മയായി, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ മകൾ എന്ന് യേശു കർത്താവ് ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ വാത്സല്യത്തിലേക്ക്, അമ്മയുടെ അരികിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു ശുശ്രൂഷയാണ് ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് അമ്മ നമ്മളോട് പറയുകയാണ്, എൻ്റെ അരികിൽ വാ, എൻ്റെ അരികിൽ നിൽക്ക്, എൻ്റെ അടുത്ത് നിൽക്കുക. ഭയപ്പെടുമ്പോഴും നിന്ദിക്കുമ്പോഴും ധൈര്യം ചോർന്നു പോകുമ്പോഴും പ്രശ്നങ്ങളാൽ നിറയുമ്പോഴും ഏതൊരു പ്രതിസന്ധിയിലും അമ്മ ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുന്ന പോലെ ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ അരികിലേക്ക് നമ്മളെയും മാടി വിളിക്കുന്ന സ്നേഹം. ഇതാ നിൻ്റെ അമ്മ, ഇതാ എന്താ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് അമ്മയുടെ അരികിൽ, അമ്മയുടെ മാറിൽ, അമ്മയുടെ കരതലങ്ങളിൽ, അമ്മയുടെ തോളിൽ കിടന്ന് കലലം പാടി തട്ടി ആശ്വസിപ്പിക്കുന്നത് പോലെ, ഉറക്കുന്നത് പോലെ തന്നെയുള്ള അനുഭവം. സഹോദരങ്ങളെ, ആ അമ്മ വാത്സല്യത്തിലേക്ക്, ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് അമ്മ നമ്മെ മാടി വിളിക്കുകയാണ്. അമ്മയുടെ അരികിൽ നിൽക്കാം. അമ്മ കൃപ നിറഞ്ഞവളാണ്, കൃപയാൽ നിറഞ്ഞവൾ, സൂര്യനെ അണിഞ്ഞവൾ. സൂര്യനിൽ നിന്ന് കത്തിജ്വലിക്കുന്ന രശ്മികൾ ഈ ഭൂമിയെ ഹരിതാഭമാക്കുന്നു, പ്രകാശമാനമാക്കുന്നു. ശക്തിയും ഊർജവും നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ സൂര്യനെ അണിഞ്ഞവളായി വെളിപാട് 12 പറഞ്ഞിരിക്കുന്നത് പോലെ ഈ അമ്മ നിൽക്കുകയാണ്. അമ്മയിൽ നിന്ന് പുറപ്പെടുന്ന കൃപകൾ, കൃപാവരങ്ങൾ എല്ലാം മക്കൾക്ക് വേണ്ടിയാണ്. ഈ അമ്മയിലേക്ക് നിക്ഷേപിച്ചിരിക്കുകയാണ്. കൃപ നിറഞ്ഞവളായി സ്വർഗം ആദരിച്ചുകൊണ്ട് ഈ ഓരോ വിശുദ്ധരും ശുദ്ധിമതികളും നൽകുന്നു. ഓരോ വിശുദ്ധന്മാരും ശുദ്ധിമതികളും ക്രൂശനരികിൽ നിന്ന്, പരിശുദ്ധ അമ്മയുടെ അരികിൽ നിന്ന്, കർത്താവിൽ നിന്ന് ആർജിച്ചെടുത്തതായ ആ ശക്തിയും ബലവും മധ്യസ്ഥ പ്രാർത്ഥനാ വരവും നമ്മളിലേക്ക് അഭിഷേകം ചെയ്യുവാനായിട്ട് അവിടുന്ന് അനുവദിക്കുന്നു. അതുകൊണ്ട് ഓരോ വിശുദ്ധൻ്റെ മധ്യസ്ഥതയും ഓരോ ശുദ്ധിമതികളെയും നമ്മൾ ഓർക്കുമ്പോഴും ഓർമ്മകൾ കൊണ്ടാടുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്നും, അമ്മയുടെ കൃപാവരത്തിൽ നിന്ന് അമ്മയിലേക്ക് നൽകിയിരിക്കുന്നതായ ആ ഉജ്ജ്വല, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഊഷ്മളമായ ഭാവങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുക. നമ്മളിലേക്ക് അത് കടന്നു വരും. നമ്മൾ സ്വീകരിക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുമ്പോൾ, കുരിശിൻ്റെ ചുവടെ നിൽക്കുമ്പോൾ, പരിശുദ്ധമ്മ നിരന്തരം കണ്ണുനീർ തൂകി പ്രാർത്ഥിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. അതുപോലെ ഓരോ കുടുംബത്തിലും ഒരു അമ്മയുടെ സ്ഥാനത്ത്, ഒരു അപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ആവശ്യഭാരങ്ങളിൽ വ്യാകുലപ്പെടുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനുള്ള ഭാഗ്യമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവസ്ഥനിൽ നമുക്ക് എളിമോടെ നിൽക്കാം. പരിശുദ്ധി അമ്മ ക്രൂശിൻ ചുവട്ടിൽ നിന്ന് അണ്ണയുടെ മാറിപ്പോകുന്നില്ല. ആ പരമമായ ഭാഗ്യം നമുക്കും ഉണ്ടാകട്ടെ. ആ അനുഗ്രഹത്തിൻ്റെ പൂമഴയിൽ നമുക്ക് മുങ്ങിക്കുളിക്കാം. ഓരോ ദേവാലയത്തിലും വിശുദ്ധ മദ്ബഹായിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ത്രോണോസ് ക്രമീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ബലിപീഠത്തിനരികെ കർത്താവ് ബലിയർപ്പിക്കപ്പെടുമ്പോൾ ഒരു ബലിവസ്തുവായി നമ്മയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പരിശുദ്ധി അമ്മയും വിശുദ്ധന്മാരുടെ ആ ത്രോണോസുകൾ നിലകൊള്ളുന്നത്. നമ്മളും അതോടൊപ്പം സന്നിഹിതരായി നിന്നുകൊണ്ട് നമ്മെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ബലിവസ്തുവായി മഹാപുരോഹിതനായ യേശുവാകുന്ന അഭിഷേകത്തിലൂടെ ബലിപൂർത്തീകരിക്കപ്പെട്ട നമ്മളുടെ സകല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശാശ്വതമായ പരിഹാരവും ആശ്വാസവും നിത്യജീവൻ്റെ അനുഭവവും ഉയർപ്പിൻ്റെ സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ കഴിയട്ടെ.
ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നിർത്തുന്നു. ആമേൻ, ആമേൻ, ആമേൻ.